Hello friends, S5 Mechanical Engineering KTUന്റെ മെഷീൻ ടൂൾസ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 1-ലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ ഈ മോഡ്യൂൾ 1 എന്നുള്ള ബാക്കി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫൈൻ ദ വേരിയസ് ടൂൾ പാർട്സ് ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വിത്ത് നീറ്റ് സ്കെച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്ക് എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഓരോ പാർട്ട് എന്താന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതൊരു 3D മോഡലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോഴത്തേക്കും ടൂൾ ടെർമിനോളജി, നമുക്ക് എക്സാമിന് എപ്പോഴും ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നോക്കുന്നയാളിന് പെട്ടെന്ന് ഇവന് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് തോന്നുന്ന വിധത്തിൽ ഒന്ന് തോന്നിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഒരു ഫിഗർ വരയ്ക്കുന്നത് നന്നായിരിക്കും. ഈ ഫിഗർ ഞാൻ കുറച്ചുകൂടെ നല്ലോണം ആ ഡെഫിനിഷൻ പറഞ്ഞുതരാം. ആദ്യം ഷാങ്ക്. It is a part of a single point cutting tool which goes into the tool holder, or in simple language, shank is used to hold the tool. നമ്മളുടെ ടൂൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടാണ് ഈ ഷാങ്ക്. അത് ഇതൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. അപ്പോഴത്തേക്കും ആ കട്ടിംഗ് ടൂളിനകത്ത് ഇത് കണ്ടോ, ഈ ഒരു റീജിയൻ, ഈ സാധനമാണ് ഷാങ്ക്. ഇതാണ് ഷാങ്ക്. ഓക്കെ, ഷാങ്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. Okay, അടുത്ത പാർട്ട് ബേസ് ആണ്. The base is the surface of the tool shank that bears against the supporting tool holder or block. Okay, definition മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളുടെ ഒരു മോഡലിനകത്ത് അത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോ ഇതിനകത്ത് ഈ ഒരു ഫേസ് ഉണ്ടോ, ഈ ഒരു ഇതുണ്ടോ, ഇതാണ് ബേസ്. ഈ ഒരു ഫേസ്, ഇതാണ് ബേസ്. ദിസ് ഈസ് ദ ബേസ്. ഓക്കെ, അപ്പോ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനകത്ത് ബേസ് എവിടെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സൈഡ് കട്ടിംഗ് എഡ്ജ്. ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ഈസ് ദ കട്ടിംഗ് എഡ്ജ് ഓൺ ദ സൈഡ് ഓഫ് ദ ടൂൾ ആൻഡ് എൻഡ് കട്ടിംഗ് എഡ്ജ്, ദ കട്ടിംഗ് എഡ്ജ് ഇൻ ദ എൻഡ് ഓഫ് ദ ടൂൾ. ദ കട്ടിംഗ് എഡ്ജ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൂൾ. ഇവിടെ കട്ടിംഗ് എഡ്ജ് 2 പ്രാവശ്യം വന്നുപോയി. കട്ടിംഗ് എഡ്ജ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൂൾ ആണ് എൻഡ് കട്ടിംഗ് എഡ്ജ്. അപ്പോഴത്തേക്കും അത് ഒന്ന് മോഡലിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഇത് കണ്ടോ, ഇതിനകത്ത് ഇവിടെ ഈ ഒരു എഡ്ജ് ഇല്ലേ, ഈ എഡ്ജാണ് എൻഡ് കട്ടിംഗ് എഡ്ജ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു എഡ്ജ് ഇല്ലേ, ഈ എഡ്ജ് ഇല്ലേ, ഈ എഡ്ജാണ് സൈഡ് കട്ടിംഗ് എഡ്ജ്. അപ്പോഴത്തേക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ഷാങ്ക് എന്താണെന്ന് മനസ്സിലായി, ബേസ് എന്താണെന്ന് മനസ്സിലായി, എൻഡ് കട്ടിംഗ് എഡ്ജ് എവിടെയാണെന്ന് മനസ്സിലായി, സൈഡ് കട്ടിംഗ് എവിടെയാണെന്ന് മനസ്സിലായി, അതിന് എക്സാമിന് എഴുതാനുള്ള ഒരു ഡെഫിനിഷനും മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. അടുത്ത പാർട്ട് നോസ് റേഡിയസ്. ഓക്കെ, നോസ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ദ റൗണ്ടഡ് ടിപ്പ് ഓഫ് ദ കട്ടിംഗ് എൻഡ്. ദ റൗണ്ടഡ് ടിപ്പ് ഓഫ് ദ കട്ടിംഗ് എൻഡ് ആണ് നോസ്. അതുപോലെ തന്നെ നോസ് പ്രൊവൈഡഡ് വിത്ത് റേഡിയസ് ടു എനേബിൾ ഗ്രേറ്റർ സ്ട്രെങ്ത്. നമ്മളുടെ ടൂളിന്റെ സ്ട്രെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്കൊന്ന് സ്ട്രെങ്ത് ഒന്ന് നല്ലോണം ആക്കാനായിട്ട് നമുക്ക് ഈ നോസ് റേഡിയസ് സഹായിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് ടൂൾ ലൈഫ് ആൻഡ് സർഫസ് ഫിനിഷ്. ടൂൾ ലൈഫ് കൂടാനും സർഫസ് ഫിനിഷ് നല്ലോണം വരാനൊക്കെ ഈ നോസ് റേഡിയസ് സഹായിക്കും. ടിപ്പിക്കൽ വാല്യൂസ് 0.4 mm-നും 1.6 mm-നും ഇടയ്ക്കായിരിക്കും ഈ നോസ് റേഡിയസിന്റെ വാല്യൂ. അപ്പോഴത്തേക്കും അത് നമുക്ക് നമ്മളുടെ മോഡലിലും നോക്കാം. അതാണ്ട് ഈ മോഡലിനകത്ത് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലീൻ എഡ്ജ് അല്ലേ, ഈ സൈഡിൽ കണ്ട ഒരു ക്ലീൻ എഡ്ജ് അല്ലേ, പക്ഷെ ഈ സൈഡിൽ കണ്ട ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു എഡ്ജ് അല്ലേ ഇവിടെ വന്നിരിക്കണേ, അതാണ് നോസ്. ഇതാണ് നോസ്, നമ്മളുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ നോസ്. അപ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് നമ്മളുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ഷാങ്ക് എന്താന്ന് മനസ്സിലായി, മെയിൻ കട്ടിംഗ് എഡ്ജ് മനസ്സിലായി, എൻഡ് കട്ടിംഗ് എഡ്ജ് മനസ്സിലായി, നോസ് എന്താന്ന് മനസ്സിലായി, ബേസ് എന്താന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തതിലോട്ട് പോവാം. ബാക്ക് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ ഇതിന് എൻഡ് റേക്ക് ആംഗിൾ എന്നും പറയും. The back rake angle is inclination of the face towards or away from the end or the end cutting edge of the tool. When the inclination is away from the end cutting edge, the back rake is positive. ഇതുപോലെ if the inclination is downward towards the end cutting edge, then the back rake is negative. ഇതുപോലെ നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ റേക്ക്. 3 കേസസ് ഓഫ് റേക്ക് ആംഗിൾ ആണ്. ഇനി ഈ റേക്ക് ആംഗിൾ നമുക്ക് ആ മോഡലിനകത്ത് ഒന്ന് പോയി നോക്കാം. ഈ മോഡലിനകത്ത് റേക്ക് ആംഗിൾ എവിടെ ആയിരിക്കും? ഇപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ വെക്കണം വിചാരിച്ചു. ഇതിനകത്ത് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞാല് ഈ കണ്ടോ,
നമ്മളിപ്പോ ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതിന്റെ ഇടയ്ക്കുള്ളതാ ഈ ഒരു ആംഗിൾ ആണ്, ഈ ഒരു ആംഗിൾ ആണ് റേക്ക് ആംഗിൾ. റേക്ക് ആംഗിൾ മനസ്സിലായില്ലേ? ഇതാണ് റേക്ക് ആംഗിൾ. അത് റേക്ക് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ക് റേക്ക് ആംഗിൾ. ഇതാണ് ബാക്ക് റേക്ക് ആംഗിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് സൈഡ് റേക്ക് ആംഗിൾ ആണ്. സൈഡ് റേക്ക് ആംഗിൾ എന്താന്ന് വെച്ചാല്, the side rake angle is the inclination of the face towards or away from the side cutting edge. When the inclination is away from the side cutting edge, the side rake is positive. The inclination is towards side cutting edge, side rake is negative. Okay, side rake angle എന്താണെന്ന് നോക്കാം. സൈഡ് റേക്ക് ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, നമ്മളിപ്പോ ഈ സൈഡ് കട്ടിങ് എഡ്ജിന്റെ ഈ നമ്മളെ സൈഡ് കട്ടിങ് എഡ്ജ് എവിടെ? സൈഡ് കട്ടിങ് എഡ്ജ് ഇതാണല്ലേ, ഇതാണ് നമ്മളെ സൈഡ് കട്ടിങ് എഡ്ജ്. സൈഡ് കട്ടിങ് എഡ്ജിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ബേസിന്റെ ഈ ഫേസിന് പാരലൽ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഈ ആംഗിൾ ആണ് നമ്മളുടെ സൈഡ് റേക്ക് ആംഗിൾ. ഓക്കെ, അപ്പൊ സൈഡ് റേക്ക് ആംഗിൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തതിലോട്ട് പോവാം. റിലീഫ് എന്താണെന്ന് നോക്കാം. The flanks below the side cutting edge and the end cutting edge must be relieved to allow these cutting edges to penetrate into the workpiece when taking a cut. If the flanks are not provided with relief, the cutting edges will rub against the workpiece and be unable to penetrate in order to form the chip. Relief is also provided below the nose of the tool to allow it to penetrate into workpiece. The relief at the nose is usually a blend of side relief and end relief. ഇതെന്താണെന്ന് ഞാൻ നമ്മളുടെ മോഡലിൽ കുറച്ചുകൂടി നല്ലോണം പറഞ്ഞുതരാം. End relief angle എന്ന് പറഞ്ഞാൽ the end relief angle is a measure of relief below the end cutting edge. Side relief angle. The side relief angle is a measure of the relief below the side cutting edge. നമുക്ക് അതൊന്ന് നോക്കാം. നമ്മളുടെ മോഡലിനകത്ത്, ഈ മോഡലിനകത്തില്ലേ, ഇതിനകത്ത് എൻഡ് റിലീഫ് നമുക്ക് ഇപ്പൊ എന്തിനു മനസ്സിലായി? നേരത്തെ നമ്മൾ എൻഡ് കട്ടിങ് എഡ്ജിനും സൈഡ് കട്ടിങ് എഡ്ജിനും റേക്ക് ആംഗിൾ ഉണ്ട്. അതുപോലെ തന്നെ എൻഡ് കട്ടിങ് എഡ്ജിനും സൈഡ് കട്ടിങ് എഡ്ജിനും റിലീഫ് ആംഗിളും ഉണ്ട്. ഞാനിപ്പോ ഈ ഒരു മോഡലിനെ ഇങ്ങനെ ഒന്ന് ഓറിയന്റ് ചെയ്തെന്ന് വെച്ചോ. അതിനുശേഷം ഞാനൊരു ലൈൻ ടൂൾ എടുത്തിട്ട് ഞാൻ വര വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതിന്റെ തിക്നെസ് ഭയങ്കര കൂടുതലാണല്ലോ. ഞാനൊരു വര വരയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് നമ്മളുടെ എൻഡ് റിലീഫ് ആംഗിൾ. എൻഡ് റിലീഫ് ആംഗിൾ ഇതാണ് എൻഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് സൈഡ് റിലീഫ് ആംഗിൾ എവിടെയാണെന്നൊന്ന് നോക്കാം. സൈഡ് റിലീഫ് ആംഗിൾ ഞാനിപ്പോ ഇതിനെ ഇങ്ങനെ ഒന്ന് ഓറിയന്റ് ചെയ്യുന്നു. സൈഡ് റിലീഫ് ആംഗിൾ, നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജ് ഇതാണ്ട് ഇവിടാണ്. അപ്പൊ സൈഡ് റിലീഫ് ആംഗിൾ എവിടെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സൈഡ് റിലീഫ് ആംഗിൾ ഇവിടെ നിന്ന് ഞാൻ ഇതിന് പാരലൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ ആണ് നമ്മളുടെ സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് നമുക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. The cutting edge angle, the end cutting edge angle is the angle made by the cutting edge with respect to a plane perpendicular to the axis of the tool shank. Side cutting edge angle. The side cutting edge angle is the angle made by the side cutting edge and the plane that is parallel to the side of the shank. ഓക്കെ, ഈ ഡെഫിനിഷൻ നമുക്ക് എക്സാമിന് എഴുതാം. ഇപ്പോൾ ആ സാധനം, ആ ആംഗിൾ എവിടെയാണെന്നൊന്ന് കാണണമെങ്കിൽ നമുക്ക് നമ്മളുടെ മോഡലിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഈ മോഡലിനകത്ത് ഇപ്പൊ ഞാനൊരു ടോപ്പ് വ്യൂയിലോട്ട് പോകണമെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂയിലോട്ടൊന്ന് പോയി. ഓക്കെ, ലൈൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ആംഗിൾ ആണ് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൈഡ് കട്ടിങ് എഡ്ജ് അപ്പൊ എന്തരായിരിക്കും?
നമ്മൾ സൈഡ് കട്ടിങ് എഡ്ജ് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ഡെഫിനിഷനിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ലൈൻ എന്ത് ബേസിസിലാണ് ഞാൻ വരച്ചത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അപ്പോഴത്തേക്കും നമ്മളിപ്പോ എന്തൊക്കെ നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, നമുക്കപ്പോ ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടേംസ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാ കണ്ടത്? എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്താണെന്ന് നമ്മൾ കണ്ടു, ഏറ്റവും അവസാനം കണ്ടത്. അതുപോലെ തന്നെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, ഈ ആംഗിൾ എന്താണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എൻഡ് ക്ലിയറൻസ് ആംഗിൾ, ഇവിടെ ഉള്ള ഇത് എന്താണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നോസ് റേഡിയസ് എന്താണെന്ന് കണ്ടു. സൈഡ് റേക്ക് ആംഗിൾ കണ്ടു. സൈഡ് റിലീഫ് ആംഗിൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ്? ബാക്ക് റേക്ക് ആംഗിൾ കണ്ടു. അതൊക്കെ ആദ്യം പറഞ്ഞാണ്. പിന്നെ ഷാങ്ക് എന്താണെന്നും കണ്ടു. ഓക്കെ, അപ്പോഴത്തേക്കും ഒരു ഫിഗർ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് തന്നെയാണ്, കറന്റ് S5-ലാണ്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ആദ്യം ഈ ഫിഗർ വരയ്ക്കും. ഫിഗർ വരച്ചിട്ട് ആദ്യം എനിക്ക് ഇത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, എനിക്കൊരു എൻഡ് കട്ടിങ് എഡ്ജ് ഉണ്ട്. ആ എൻഡ് കട്ടിങ് എഡ്ജിന് ഒരു റേക്ക് ആംഗിളും ഉണ്ട്, എൻഡ് കട്ടിങ് എഡ്ജിന് ക്ലിയറൻസ് ആംഗിളും ഉണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ആ എൻഡ് കട്ടിങ് എഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എൻഡ് കട്ടിങ് എഡ്ജിന്റെ ക്ലിയറൻസ് ആംഗിൾ, അല്ലെങ്കിൽ ആ ക്ലിയറൻസ് ആംഗിൾ റിലീഫ് ആംഗിൾ എന്ന് വിളിക്കും. അത് ആദ്യം ഞാൻ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എൻഡ് കട്ടിങ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ, ഇവിടെ കണ്ടോ, ഈ എൻഡ് കട്ടിങ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ ഞാൻ പിന്നെ മാർക്ക് ചെയ്യുന്നു. പിന്നീട് എനിക്ക് എന്താണ് അറിയാവുന്നത്? സൈഡ് കട്ടിങ് എഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഓക്കെ, സൈഡ് കട്ടിങ് എഡ്ജ് ഇവിടെ ഉണ്ട്. അത് വരച്ചിട്ട് അപ്പൊ എനിക്കറിയാം സൈഡ് കട്ടിങ് എഡ്ജിന് ഒരു റേക്ക് ആംഗിൾ ഉണ്ട്. സൈഡ് കട്ടിങ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് സൈഡ് കട്ടിങ് എഡ്ജിന്റെ റിലീഫ് ആംഗിൾ ഞാൻ ഇതിന്റെ താഴെ ഇങ്ങനെ വരയ്ക്കുന്നു. ഈ ഓർഡറിൽ വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാവും. പിന്നെന്താണ് ഷാങ്ക്? ഈ സാധനം മറന്നുപോകില്ല. ഷാങ്ക് ഇവിടെ ഒരു സാധനം, അത് ഒന്ന് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, ഓരോ എഡ്ജിനും ഒരു എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഉണ്ട്. ഈ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സൈഡ് കട്ടിങ് എഡ്ജിനും ഒരു ആംഗിൾ ഉണ്ട്. ആ സൈഡ് കട്ടിങ് എഡ്ജ് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഈ നോസ് റേഡിയസ് അതും മാർക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും തീർന്നു, നമുക്ക് നമ്മളുടെ ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോഴത്തേക്കും ഡെഫിനിഷൻസ് ഞാൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെക്കാം, അല്ലെങ്കിൽ വേറെ ടെക്സ്റ്റ് ബുക്സിനകത്ത് നോക്കാം. ഡെഫിനിഷൻസ് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.